നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മറ്റൊരു നടൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിലും കളർ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ നല്ല ഗംഭീരമായ ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം വേറിട്ട് നിന്നിരുന്നു. അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം വില്ലനായിട്ടും പോലീസ് ഓഫീസറായിട്ടും സാധാരണക്കാരൻ്റെ അച്ഛനായിട്ടും അങ്ങനെ കൂലിവേല, ചട്ടമ്പി അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. പ്രേംനസീർ സാറിൻ്റെ ഒരു ഉറ്റ സുഹൃത്തു കൂടിയായിരുന്നു. പ്രേംനസീർ സാറ് സിനിമയിൽ പോയതറിഞ്ഞ് അദ്ദേഹത്തിന് സിനിമയിൽ പോകണമെന്ന ആഗ്രഹത്തോടു കൂടി സിനിമയിലേക്ക് പോയ ഒരു മഹാ നടനാണ്. മലയാള സിനിമ ആദ്യം അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന് മലയാള സിനിമ തന്നെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ തുടങ്ങിയ യാത്ര ഒരുപാട് സിനിമകളിലേക്ക് വഴിവെച്ചു. ഇപ്പോഴത്തെ പിള്ളേർ പോലും അറിയാൻ ചാൻസ് ഉള്ള ഒരു സിനിമ എന്ന് പറയുന്നത് കാര്യസ്ഥനായിരിക്കും. അതിൽ മധുസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അതായത് GK പിള്ള സാർ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ചിറയൻകീഴ് അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിൻ്റെ തറവാട് വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വന്തം നാടാണ് ഇടവ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നു പിന്നീട് അദ്ദേഹം വീടൊക്കെ വെച്ച് താമസിച്ചത്. ആ സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വീടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ GK പിള്ള സാറിന് ഇപ്പോൾ ഇവിടെ വീടൊന്നും ഇല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ചിറയൻകീഴത്തെ വീട് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു വീട് അവിടെ ഉണ്ട്, അത് നമുക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ ആ പഴയ വീട്. അപ്പോൾ ഞാൻ ഇത്തിരി ഇവിടെ കിടന്ന് കറങ്ങി കേട്ടോ. കറക്റ്റ് സ്ഥലം അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചും പറഞ്ഞൊക്കെയാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് GK പിള്ള സാറിൻ്റെ ആ പഴയ വീടുണ്ടായിരുന്ന സ്ഥലത്താണ്. ആ ഒരു ജംഗ്ഷനാണിത്. നമ്മൾ ശാർക്കര അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശാർക്കര അമ്പലവും കാര്യങ്ങളൊക്കെ വരും. നമ്മളങ്ങനെ വഴി തിരക്കി വന്നപ്പോൾ ഒരു സൈക്കിൾ ഷോപ്പൊക്കെ നടന്നൊരു ചേട്ടമുണ്ട്, പുള്ളിയുടെ കടയായത്. അപ്പോൾ പുള്ളിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ഓർമ്മകളൊക്കെ പറയാനുണ്ട്. ചേട്ടൻ്റെ പേരെന്തുവായിരുന്നു? മന്മഥൻ. പുതിയ സൈക്കിളിൻ്റെ പരിപാടിയൊക്കെ നടത്തിയാണ്. അപ്പോൾ GK പിള്ള സാറിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടോ? സാറിന് ഞാൻ അവസാനം കാണുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അന്ന് മറ്റേ അമ്മയുടെ പ്രോഗ്രാം അവിടെ വെച്ചായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ ഉള്ള സമയത്ത് സാറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിറയൻകീഴായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഈ പരിപാടി ഉള്ളേ കൊണ്ട് അങ്ങോട്ട് പോയതാണോ കാണാൻ വേണ്ടി? പരിപാടി ഉള്ളതുകൊണ്ട് പോയതാ. ടിക്കറ്റ് എടുത്ത് പോയതാ. അപ്പോഴത്തേക്കാണ് സാറിനെ കണ്ടത്. ചിറയൻകീഴാണെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ താല്പര്യമായി. ഞാൻ ഇവിടെ ചിറയൻകീഴ് സർവീസ് ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. കട നടത്തുന്നു, പെൻഷനായി. പുള്ളി നേരത്തെ ഡിഫൻസിലായിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ സിനിമ അഭിനയത്തിലായി. നമ്മുടെ ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിൽ ആനയെ നടക്കിരുത്തുന്നതുമായിട്ട് സംബന്ധിച്ച് പ്രേംനസീർ സാറിന്റെ അമ്പലത്തിലേക്ക് വേണ്ടിയും എല്ലാ ഇതും ചെയ്തത്. നാട്ടുകാർക്കും വളരെ പ്രിയങ്കരനാണ്. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എല്ലാ കാര്യത്തിനും സഹകരിക്കുമായിരുന്നു. പിന്നെ ഇടവേല താമസമായി ഷൂട്ടിംഗ് ഒക്കെ ആകുമ്പോൾ ബിസി ആവുന്നേ ഉള്ളൂ. ഇടവേലാണ് പുള്ളിയുടെ വീടുള്ള അവസാനം ഇടവേലാണ് താമസം. ഈ അടുത്ത സമയം വരെ പുള്ളി സജീവമായിരുന്നു. എന്നോട് പറയുമായിരുന്നു, ഞാൻ ലഹരിയൊന്നും കഴിക്കില്ല എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും നല്ല പട്ടാളക്കാരെ സംബന്ധിച്ച് അങ്ങനെ വീടൊക്കെ വീതം വെച്ചപ്പോഴത്തേക്ക് സഹോദരിമാർക്കൊക്കെയാണ് വന്നത്. ഇപ്പൊ ഇവിടെയുള്ള ഈ കുടുംബ വീട് ആർക്കാ കൊടുത്തേക്കുന്നത്? കുടുംബ വീട് സഹോദരിയുടെ മോക്കാണ്. ഇപ്പൊ അവിടെ ആള് താമസം ഉണ്ടോ? അവിടെ ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റും. കലാകാരന്മാരുടെ നാടാണ് ചിറയൻകീഴ്. അതെ, ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് പേര്. പ്രേംനസീർ സാറ്, ഭരത് ഗോപി, G ശങ്കരപിള്ള, പിന്നെ GK പിള്ള. ഇപ്പൊ ഏറ്റവും പുതിയ തലമുറയിലെ അനീഷ് എന്ന് പറയുന്ന അനീഷ് ചിറയൻകീഴുള്ളതാണ്. സിനിമയിൽ വളരെ ഫേമസ് ആണ്. ഇത്തിരി പേരുടെ സ്ഥലം. പിന്നെ കുമാരനാശാന്റെ ഒക്കെ സ്ഥലമല്ലേ, വളരെ പേരുകേട്ട അമ്പലമാണ്. വളരെ ശാർക്കര ദേവി ക്ഷേത്രം, നല്ല ഉത്സവവും കാര്യങ്ങളും ഇനിയിപ്പോൾ തുടങ്ങാൻ പോവുകയാണ് ഉത്സവം. എന്തായാലും ചേട്ടനെ കാണാൻ പറ്റിയത് വലിയ സന്തോഷം. കുറച്ചു നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ. ഇതേ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ആ റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ഒരു റോഡ്. അപ്പോൾ അതുവഴി അകത്തോട്ട് കയറുമ്പോൾ GK പിള്ള സാറിൻ്റെ കുടുംബ വീട് കാണാം. അവിടെ നേരത്തെ സഹോദരി ആരൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ആരും താമസമില്ല എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ ഈ മുന്നിലായിട്ട് കാണുന്ന ഇത് തന്നെയായിരിക്കും വീട്. ജസ്റ്റ് ഇങ്ങോട്ട് കയറിയാൽ തന്നെ കാണാം എന്നാണ് പറഞ്ഞിരുന്നത്. ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കയറുന്ന കാര്യം റിസ്ക് ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. വീട്ടിൻ്റെ മുന്നിലോട്ട് എത്തുമ്പോൾ വീട് സംഭവം ലോക്കാണ്. യവനെ കാണിച്ച് തന്നെ പേടിപ്പിക്കാൻ കേട്ടോ. ഇവിടെ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ആരെയും കാണുന്നില്ല.
അപ്പോൾ നേരത്തെ കുറച്ച് നാൾ മുമ്പ് ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു തന്ന ചേട്ടനും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ആൾ കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. വീട്ടിൻ്റെ പേര് കണ്ടോ, SS മന്ദിരം. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഈ ഒരു പഴയ വീട് തന്നെ കാണുന്നുള്ളൂ, വേറെ വീടൊന്നും കാണുന്നില്ല. JK പിള്ള സാറിൻ്റെ ആ ഒരു പഴയ വീട്, ഇവിടെയാണ് അദ്ദേഹം ജനിച്ച് വളർന്നത്. നമ്മളെ പ്രേം നസീർ സാറൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു വീട് കൂടിയാണ് കേട്ടോ ഇത്. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ച് വളർന്നവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീടാണിത്. JK പിള്ള സാറും പ്രേം നസീർ സാറൊക്കെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്രയും ഒരു വലിയ ഒരു മഹാകലാകാരൻ ജനിച്ച വീടാണ് കേട്ടോ. ഇന്ന് ഇങ്ങനെയുള്ള വീടുകളൊക്കെ വളരെ കുറച്ചേ കാണാൻ പറ്റൂ, എല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് പൊളിച്ച് കാണാൻ ചാൻസ് ഉണ്ടെന്ന് ഇവിടെ തിരക്കുമ്പം മറ്റു ചില ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു. നല്ല ഐശ്വര്യമുള്ള വീടല്ലേ, ചെറിയൊരു സെറ്റപ്പിൽ ഒരു ചെറിയ കോമ്പൗണ്ടും കാര്യങ്ങളും അല്ലേ. ഇതും എത്ര നാളെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. കുറേ കഴിയുമ്പോൾ അതും പൊളിക്കും. എത്രയെങ്കിലും കൊല്ലം പഴക്കമുള്ള വീടാണ്. ഫ്രണ്ടിലൊരു സ്കൂട്ടി ഇരിപ്പുണ്ട് കേട്ടോ, അതാണ് ഈ വീട്ടിന് മാച്ച് ആവാത്തത്. ബാക്കിയെല്ലാം അടിപൊളി സെറ്റപ്പാട്ടോ. അവസാനമായിട്ടൊക്കെ അദ്ദേഹം താമസിച്ച സ്വന്തം വീട് എന്ന് പറയുന്നത് വർക്കല ഇടവയാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് ഞാനീ പോകുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ഇടവയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ചെറിയൻകീഴിൽ നിന്ന് നേരെ ഇടവ പോകാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്യാണ്ട് ഇടവ അടുത്തെത്താറായി. ഇനി ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അറബിക്കടലാണ്. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ, നല്ല രസമാണ് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളെ ഈ വർക്കല ഇടവ എന്നൊക്കെ പറയുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കായലും കടലും. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയുള്ള റോഡാണിത്. ഇത് എളുപ്പമാണെന്നാണ് കാണിക്കുന്നത് മാപ്പിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുവഴിയൊക്കെ പോകുന്നത്, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഈ സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർ ബീച്ച് വൈബ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ഇടവ എത്തിയിരിക്കുകയാണ്. നമ്മൾ JK പിള്ള സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വെച്ച വീട്, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ താമസിച്ച ആ ഒരു വീട് ഇവിടെയാണ്, ഇടവയിലാണ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കാണാമെന്ന് പറഞ്ഞു. കടയും വീടും എല്ലാം കൂടെയൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണ്. നമ്മളെ വർക്കല ബീച്ചൊക്കെ ഇവിടെ നിന്ന് വെറും 4 കിലോമീറ്ററേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ JK പിള്ള സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ട് പോകണം കേട്ടോ. നമ്മൾ വർക്കലയിൽ നിന്ന് ഇടവയിലോട്ട് വരുമ്പോൾ ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ കുറച്ച് മുന്നോട്ട് 1-2 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഈ സംഘടന ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഒതുക്കി. ഇവിടെ അവർക്ക് ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ, ഹോട്ടലും വീടും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൻ നടത്തുന്ന ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കിലാണ് ഈ ചേച്ചി ഉള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കുവാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അതേപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫോട്ടോയൊക്കെ കടയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതൊരു സ്റ്റോറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ഹോട്ടലായിട്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ഗൈസ്, ഇതാണ് നമ്മളെ JK പിള്ള സാറിൻ്റെ വീട്. അദ്ദേഹം അവസാനമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത്. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. അവിടെ 2 ഡോഗ്സ് കണ്ടോ, അങ്ങോട്ട് അധികം പോകാൻ പറ്റത്തില്ല. ഈ നിൽക്കുന്ന സാറിൻ്റെ മരുമകളാണ്. അപ്പോൾ ഇളയ മകനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ മകൻ ഇവിടെ ഇല്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് വന്നാൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നതേ കൊണ്ടാട്ടെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നേ. ഒരാളവിടെ വണ്ടിയുടെ ഇടയിൽ എന്നെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുക. ഞാൻ അങ്ങോട്ട് പോകണമെന്നാണ് നോക്കുന്നത് അവർ. അദ്ദേഹത്തിൻ്റെ മരുമകൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞു തന്നു. പക്ഷേ ഇന്ന് അവർക്ക് സമയമില്ല. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ മകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലാണ്ട് പോയിരിക്കുകയാണ്. പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ 2 ഡോഗുകളുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കുരച്ച് വിഷയം ഉണ്ടാക്കുകയാണ്. പിന്നെ ഒരു സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പരിചയമില്ലാത്തൊരു മുഖം കണ്ടു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വിശേഷങ്ങൾ കാണാം. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ അന്വേഷിച്ചൊക്കെ ഒരുപാട് പേര് പല വഴികളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, അവർക്കും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ടൈമില്ല. കാരണം ഹോട്ടലിൽ തിരക്കാണ്. പ്രത്യേകിച്ച് ഈ വർക്കല, ഈ ക്ലിഫിൻ്റെയും അതേപോലെ ഇടവേലൊക്കെ നല്ല തിരക്കുള്ള സമയമാണ്, ഈവനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതിനെക്കൊണ്ട് തൽക്കാലത്തേക്ക് വീഡിയോയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് പോവുകയാണ്. അവസാനത്തെ കാലത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു മാനസികമായിട്ടൊരു വിഷമം വന്നു. അതായത് ഈ കൊറോണ ടൈമിൽ സർക്കാർ ഒരു ഉത്തരവ് കൊണ്ടുവന്നു, 90-ന് മുകളിലുള്ള നടന്മാർ ഇനി അഭിനയിക്കേണ്ട, അല്ലെങ്കിൽ അത്രയും കലാപാരമ്പര്യമുള്ളൊരു നടന്മാരെ 90 വയസ്സിൻ്റെ മുകളിലുള്ളവർ ഇനി അഭിനയിക്കേണ്ട, തൽക്കാലത്തേക്ക് നിങ്ങൾ റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം വേറെ ഏതൊക്കെയോ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫ്ലവേഴ്സിലോ ഏതൊക്കെ സീരിയലിൽ. 98 വയസ്സിലും അദ്ദേഹം അഭിനയ രംഗത്തുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. പിന്നെ അദ്ദേഹം മാനസികമായിട്ട് അങ്ങ് തളർന്നു പോയെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മരുമകൾ. അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് വിഷമം വന്നു. പിന്നെ അങ്ങ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അങ്ങനെ അധികം മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരു ദിവസം ഒരു അസ്വസ്ഥത കണക്ക് വന്നു. 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അദ്ദേഹം മരിച്ചു. മരിക്കുന്നത് വരെയും എനിക്ക് തോന്നുന്നു മരിക്കുന്നതിന് ഒരാഴ്ച വരെയും നല്ല ആക്റ്റീവായിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. അത്രയ്ക്കും സജീവമായിട്ട് യൂട്യൂബ് ചാനലുകളിലും അങ്ങനെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മധു സാറിനൊപ്പം കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. മന്ത്രിയെ കാണാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന് ആരോട് എഴുന്നേൽക്കണം. ഏകദേശം നമ്മളെ പ്രേംനസീർ സാറിൻ്റെ അതേ ഏജ് തന്നെ വരും. 2 വയസ്സിൻ്റെ വ്യത്യാസം. പ്രേംനസീർ സാർ പെട്ടെന്ന് പോയി. പക്ഷേ അദ്ദേഹം 98 വയസ്സ് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോഴേ ഇതുവരും ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. നിന്റെ പേർക്കല്ലല്ലോ, രാധയുടെ പേർക്കല്ലേ. അമ്മാവി എന്റെ പേർക്ക് എഴുതാൻ വളരെ നിർബന്ധം. അത്രയും അർപ്പണ ബോധമുള്ള ഒരു കലാകാരനായിരുന്നു GK പിള്ള സാർ. അദ്ദേഹം ആദ്യമായിട്ട് മിലിറ്ററിയിൽ പോകുന്നത് വീട്ടുകാരൊന്നും അറിയാതെ, അതായത് കുട്ടിപ്പട്ടാളം എന്ന് പറയാം അന്ന്. അതൊക്കെ നമുക്ക് വായിച്ചും ഇങ്ങനെ പറഞ്ഞും കേട്ടുള്ള അറിവാണ്. അപ്പോൾ ആ ടൈമിൽ അദ്ദേഹം പട്ടാളത്തിൽ പോയി, വീട്ടുകാരെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് ശമ്പളം നാട്ടിലേക്ക് അയച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മിലിറ്ററിയിലാണ് എന്നുള്ള ഒരു തെളിവും കൂടെ അദ്ദേഹം കൊടുത്തു. അതുവരെ വീട്ടുകാർക്ക് ഒരു ഇതില്ല മകൻ എങ്ങോട്ട് പോയി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതിലാണ് ഉള്ളത്. അതായത് കോമഡിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതൊക്കെ എടുത്തിട്ട് ആൾക്കാർ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഒരു പാൻറ്റൊക്കെ ഇങ്ങനെ വലിച്ച് മേലോട്ട് ഇടുന്നിട്ട് പ്രൊഫസർ ജയന്തി തിങ്കൾ ചന്തട് എന്തൊക്കെ പറഞ്ഞ ഒരുമാതിരിയില്ല. മധുവിന്റെ കച്ചനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്റെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവത്തെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിലോട്ടൊക്കെ കാണിക്കുമായിരുന്നു. 90 വരെയൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2000-കളിൽ കുറച്ച് സമയത്ത് അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു. കാരണം അദ്ദേഹം സിനിമയിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് വിട പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് പോയി. അത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതായത് കോൺഗ്രസിൻ്റെയൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. 2ാം ലോക മഹായുദ്ധ സമയത്ത് അദ്ദേഹം മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അദ്ദേഹം പിൽക്കാലത്ത് കോൺഗ്രസിൽ പോയിട്ട് സജീവമാവുന്നത്. പിന്നെ അതിനിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ചാൾ സിനിമ നഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും അദ്ദേഹം സിനിമയിലേക്ക് വന്നു, സീരിയലുകൾ വന്നു. ഒരുപാട് സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. എന്തായാലും മലയാള സിനിമയിൽ ഒരു സമയത്ത് വില്ലനായിട്ടൊക്കെ അദ്ദേഹം അടിച്ച് പറപ്പിക്കുകയായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ശബ്ദവും ഒരു പ്രത്യേക സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പോലീസ് വേഷങ്ങൾ ഒന്നും മറക്കാൻ പറ്റത്തില്ല. വിശ്വം പറഞ്ഞതനുസരിച്ച് അവർക്ക് ഈ കൊലയാളിയുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. കോമഡി വേഷങ്ങൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം ആദ്യത്തെ സമയങ്ങളിൽ.